ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ സർപ്പബലി. നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആവോലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. നികുതിക്കൊള്ള അവസാനിപ്പിക്കുക, സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇതൊരു ധർമ്മസമരമാണ്. ഈ സമരത്തിന് നമ്മളൊന്നും പ്രത്യേകിച്ച് പ്രസംഗത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുടെയും ആവശ്യമില്ല. കാരണം ജനങ്ങളെല്ലാം നേരിട്ട് ബാധിക്കുന്ന, ഈ നാടിനെ മൊത്തത്തിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? ഒരു നാടുകളിലെ ഏറ്റവും വലിയ കൊള്ളക്കാരുടെ സംഘമായിട്ട്, ഒരു ഗൂഢസംഘമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ബഡ്ജറ്റിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നിവിടെ സമരം നടത്തുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു ജോസ് പരീക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ്, മെമ്പർമാരായ ജോർജ് തെക്കുംപുറം, ബിന്ദു ജോർജ്, സൗമ്യ ഫ്രാൻസിസ്, കോൺഗ്രസ് പ്രവർത്തകരായ CBP, സെബാസ്റ്റ്യൻ, ജയദേവൻ, നൂഹ് PM, ഷിൻഡോ ഷാജി, ജോമി മാനുവൽ, ജോർജ് ഓലിക്കുന്നേൽ, ബ്രിൽജോ മുല്ലശ്ശേരിൽ, സജോ സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.